റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇവിടെ നിന്നും കയറിപ്പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ത്യയിലെ പരമോന്നത വിദ്യാഭ്യാസ ബഹുമതിയായ IAS കാരന് ആദ്യം കിട്ടുന്ന അടിസ്ഥാന ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യുന്നത് ആ രാജ്യങ്ങളിലൊക്കെ മാനവ വിഭവം കുറവും ഇന്ത്യ മാനവ വിഭവ സമൃദ്ധമായതുകൊണ്ടുമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രധാന പ്രമേയത്തിലേക്ക് പ്രവേശിക്കാം. അതായത് ലോകത്തിൽ ഭൂപ്രകൃതിയിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. 14.31 കോടി ജനങ്ങളാണ് റഷ്യയിൽ അധിവസിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ 19.98 കോടി ജനങ്ങളാണുള്ളത്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന്റെ നട്ടെല്ലിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന സാമൂഹിക ദുരന്തങ്ങളുടെ തേർവാഴ്ച നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ആകുമ്പോഴേക്കും ലോകത്തിൽ മദ്യോപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രവചിച്ചിട്ട് വർഷം 7 കടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോഴോ പലതുകൊണ്ടും മാതൃകയായ കേരളം ആസേത് ഹിമാചല വിധ്വംസകതയുടെ വിഷക്കാറ്റാഞ്ഞാഞ്ഞു വീശുമ്പോൾ അതൊക്കെ കാസർഗോഡിന് ഇപ്പുറത്തേക്കും പാറശാലയ്ക്ക് ഇപ്പുറത്തേക്കും കടന്നു വരികയില്ല എന്ന് മേനി പറഞ്ഞിരുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ശരാശരി മദ്യ ആളോഹരി ഉപയോഗം എന്ന് പറയുന്നത് 5.6 ലിറ്റർ ആണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ 8.6 ലിറ്ററായി വരികയാണ്. 19.98 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ ലഹരി ഉപയോഗ കേസുകൾ ഈ കൊച്ചു കേരളത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ പോലീസ് സംവിധാനം മികച്ചതായതുകൊണ്ടായിരിക്കാം. എന്തു തന്നെയുമാകട്ടെ, ഈ കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ 40% മദ്യപിച്ചുള്ള വാഹനാപകടങ്ങളാണെന്ന് വളരെ വ്യക്തമായ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല വർണ്ണത്തിലും ഗന്ധത്തിലുമൊക്കെ നുരഞ്ഞു പൊന്തുന്ന ലഹരിയിൽ പതഞ്ഞ് അലിഞ്ഞില്ലാതെയായി തീരുന്നത് നിരവധി മാതാപിതാക്കളുടെ ഇടനെഞ്ചിൽ കടഞ്ഞെടുത്ത സ്വർണം പോലെ തിളങ്ങുന്ന സ്വപ്നങ്ങളാണ്. നിരവധി നാളെയുടെ വാഗ്ദാനമായ കുരുന്നുകളുടെ ആശ്രയ കേന്ദ്രമാണ്. അവിടെ മുറിഞ്ഞു വീഴുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ താലിച്ചരടുകളാണ്. ഇവിടെ ഉയരുന്നത് ഈ സമൂഹത്തിന്റെ നിലയ്ക്കാത്ത തേങ്ങലുകളാണ്. ഇതിനെതിരെ ശക്തമായ, അല്ല പ്രചണ്ഡമായ എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടികളില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയേണ്ട ഒരു അപ്രതീക്ഷിതമായി നമ്മുടെ കോവിഡ് കാലം ഏൽപ്പിച്ച കനത്ത പ്രഹരത്തിന് ശേഷം സർവ്വ വ്യവസായ മേഖലയുമൊക്കെ വൻ പ്രതിസന്ധി നേരിടുകയാണ്. ചെറുകിട വ്യവസായികൾ മുതൽ എന്തിനേറെ പറയുന്നു മാറിയ സാമ്പത്തിക ക്രമത്തിൽ ഇടത്തട്ടുകാരുടെ പോലും അടിത്തട്ട് ആടി ഉലയുമ്പോൾ തീരെ ദരിദ്രന്മാരുടെ കഥ പറയേണ്ടതില്ല. അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പാവപ്പെട്ടവൻ ഒരു തെരുവോരത്ത് പെട്ടിക്കട നിർമ്മിച്ചു കഴിഞ്ഞാൽ കച്ചവടമില്ലാത്തതിന്റെ പേരിൽ പെട്ടിക്കട പൂട്ടിക്കെട്ടിപ്പോകേണ്ട ഗതികേട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ വേണ്ടത്ര വാഹന സൗകര്യമില്ലാത്ത ഒരു ഓണങ്കേറാമൂലയിലും ഒരു മദ്യഷാപ്പുണ്ടെങ്കിൽ അവിടെ ജനസാഗരം ഒഴുകിയെത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കേരള സംസ്ഥാനത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നിനൊന്നിന് നഷ്ടത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ KSRTC നഷ്ടത്തിൽ, KSEB നഷ്ടത്തിൽ, ഭക്ഷ്യവിതരണ കോർപ്പറേഷൻ നഷ്ടത്തിൽ, ഇങ്ങനെ സർവത്രാദി കോർപ്പറേഷനുകളും നഷ്ടത്തിൽ ഓടുമ്പോൾ ഈ കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഏക പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ബിവറേജ് കോർപ്പറേഷനാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരു പിടികിട്ടാപ്പുള്ളിയെ കിട്ടിക്കഴിഞ്ഞാൽ ഗതികെട്ടവന്റെ പുറത്ത് കണ്ടുകെട്ടാത്ത മുഴുവൻ കേസുകളും കെട്ടിവെക്കുന്നത് പോലെ കേരളം എന്ന് പറയുന്ന ദരിദ്ര സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ഗണ്യമായ സംഭാവന ചെയ്യുന്ന പാവപ്പെട്ട കുടിയന്മാരുടെ തലയിൽ ഈ കുറ്റം മുഴുവൻ ഞങ്ങൾ കെട്ടിച്ചാർക്കുകയല്ല. കുടിക്കുന്നവര് കുടിക്കട്ടെ, നിങ്ങൾക്കെന്താണ് കേടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ മദ്യമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു സമൂഹത്തെ ബാധിക്കുന്ന, ഒരു സമൂഹത്തെ
സൈലന്റായി സംഹരിക്കുന്ന നിശബ്ദനായ കൊലയാളിയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത് ഉറപ്പിച്ചും തറപ്പിച്ചും ഞങ്ങൾ പറയും. ഇന്ന് നമുക്കറിയാം 2022 23 മദ്യത്തിന്റെ ഉപയോഗത്തിന് കുറവ് സംഭവിച്ചു. ക്രെഡിറ്റ് പലരെടുക്കുന്നുണ്ട്. പങ്കിട്ടെടുത്തോട്ടെ, ഞങ്ങൾക്കൊരു മൂപ്പള തർക്കവുമില്ല, ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷെ ആശ്വസിക്കാനുള്ള ഒരു വകയും നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതിവിവര കണക്കുകൾ നൽകുന്നില്ല. പരമ്പരാഗതമായ ലഹരിയുടെ ലാവണങ്ങൾ വിട്ടുകൊണ്ട് LSDയും MDMAയും പോലെയുള്ള കിലോഗ്രാമിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒറ്റ സിപ്പെടുത്തു കഴിഞ്ഞാൽ ആജീവനാന്തം അടിമയാക്കുന്ന പാഷാണ കൂട്ടുകളായ ലഹരിയുടെ പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ യുവാക്കന്മാർ മാത്രമല്ല, അറിവിന്റെ തിരിനാളം കൊളുത്തുന്ന പ്രൈമറി കലാലയത്തിലെ നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ പോലും ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന ലഹരിയുടെ രാഷ്ട്രദ്രംഷ്ടകൾക്കകത്ത് ഞെരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്കിതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുകയില്ല. പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ടല്ല, ഞങ്ങളുടെ സിരയിലോടുന്ന അവസാന തുള്ളി ചോരയുടെ മുഴുവൻ തുടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ വെണ്മ പോലെ ഞങ്ങൾ ഇവിടെ പിറന്നു വീണവരല്ല. ഒരിക്കലെങ്കിലും ഇതിന്റെ രുചി അറിഞ്ഞ് ഇതിന്റെ കറുത്ത ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങളെ ഇതിൽ നിന്ന് വിമുക്തമാക്കി ഒരു സന്ദേശത്തെ കൂടി സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മൈക്രോസിമിന്റെ 1/4 വലിപ്പമുള്ള പാർട്ടി ഡ്രഗ് എന്നും പ്രിൻസ് എന്ന് പറയുന്ന LSD 10 ഗ്രാം കഞ്ചാവ് 1000 രൂപ കൊടുത്ത് വാങ്ങുന്നതിന് പകരം 2000 രൂപ കൊടുത്ത് വാങ്ങി. ഈ കണക്കൊക്കെ പോയി വാങ്ങിയിട്ടല്ലേ പറയുന്നത്. 12 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ ഉന്മാദാവസ്ഥയിൽ ഒരു വ്യക്തിയെ തളച്ചിടും. ഇനി ഞാൻ പേര് പറയുന്നില്ല, പോയി ഉപയോഗിക്കും. കാരണം എന്റെ കുട്ടിക്കാലത്ത് പള്ളിയിലച്ഛൻ ഈ സിഗരറ്റ് വലിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഉള്ളു പൊള്ളയായ ഒരു കമ്പെടുത്ത് 2 ഭാഗം ഒടിച്ചിട്ട് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് പോയി ഉപയോഗിച്ച് നോക്കിയൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. നമ്മൾ വിദ്യാഭ്യാസ ഉപകരണങ്ങളിലും നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളിൽ പോലും ഷാപ്പിൽ പോയി കുടിക്കുന്ന വിദേശ മദ്യത്തെക്കാളും കൂടിയ അളവിൽ ലഹരി ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് പറയുന്നത്? ഇതിന്റെയൊക്കെ കാരണം വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന വിശ്വോത്തരമായ ഗ്രന്ഥം പറയുന്നു, മനുഷ്യന്റെ പാപമാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. തെളിച്ചങ്ങ് പറഞ്ഞാൽ മദ്യപിക്കുന്നത് കൊണ്ട് ആരും പാപിയായി തീരുന്നില്ല എന്ന് പറഞ്ഞാൽ പാപമല്ലെന്നല്ല. കൊലപാതകം ചെയ്യുന്ന നിമിഷത്തിലല്ല ഒരു വ്യക്തി പാപിയായി തീരുന്നത്. രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുമ്പോഴല്ല ഒരു വ്യക്തി കുറ്റവാളിയായി തീരുന്നത്. ഞാൻ പറഞ്ഞത് ബൈബിളിന്റെ ഭാഷ്യത്തിലാണ്. നേരെ മറിച്ച് പാപിയായതുകൊണ്ട് മദ്യപിക്കുന്നു, പാപിയായതുകൊണ്ട് കൊലപാതകം ചെയ്യുന്നു, പാപിയായതുകൊണ്ട് പവിത്രതയോടെ കാണേണ്ട പെങ്ങളെയും പുത്രിയെയും പോലും കാമം കൊത്തുന്ന കണ്ണോടുകൂടെ കാണാൻ തികച്ചും ബയോളജിക്കലായി ജീവശാസ്ത്രപരമായി ആണും പെണ്ണും മാത്രമാക്കി കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഉള്ളിൽ തിരതള്ളി വരുന്ന ത്വരയുടെ പേരാണ് പാപമെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ മതദർശനങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ മതനേതാക്കന്മാരുടെ മനുഷ്യരെ പറ്റിക്കാനുള്ള പ്രാകൃത നൂറ്റാണ്ടിലെ പാടിപ്പതിഞ്ഞ പല്ലവിയാണെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് കാലഘട്ടമാണ്. നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കിലോമീറ്ററുകളെ താണ്ടാൻ സാങ്കേതിക വിദ്യയുടെ കൊടുമുടി നമ്മൾ കയറിയ കാലഘട്ടമാണ്. സത്യം, ധർമ്മം, നീതി ഇങ്ങനെയുള്ള മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പുത്തൻ തലമുറ പറയും, ആരാണ് ഈ മൊറാലിറ്റി കോഡൊക്കെ നിർമ്മിച്ചത്? സത്യം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമല്ലേ? ഈ ധർമ്മത്തിന്റെ തോത് നിർമ്മിച്ചത് ആരാണ്? ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യും. ഈ അടുത്ത കാലത്തായി നമുക്കറിയാം, ഒരാദിലയും ഫാത്തിമയും കടുത്ത മതത്തിന്റെ ചട്ടക്കൂടിൽ വളർത്തപ്പെട്ടിട്ടും സ്വാർഗാനുരാഗികളായി തീർന്ന കുട്ടികൾ. ഞാനതിനൊന്നും വിമർശിക്കുന്നില്ല, വിമർശിക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല. പക്ഷേ കോടതി അവർക്ക് അനുകൂലമായിരുന്നു.
പെറ്റു വളർത്തി പോറ്റി വലുതാക്കി ആറ്റുനോറ്റ് കാലോ കയ്യോ വളരുന്നെന്ന് കാത്തിരുന്ന ബാപ്പയും ഉമ്മയും കോടതി കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നും കണ്ണുനീരോടുകൂടെ ഇറങ്ങിപ്പോരേണ്ടി വന്നു. അച്ഛനമ്മമാരുടെ ഉള്ളിലാളുന്ന പൊള്ളലെന്ന് പറയുന്ന മൃദുല വികാരങ്ങൾക്കൊന്നും കോടതിയിൽ നിയമത്തിന്റെ തടിച്ച പുസ്തകങ്ങൾക്ക് മുമ്പിൽ വിലയില്ല. അവിടെ അവർക്ക് അനുകൂലമായി കോടതി വിധിച്ചു. ഞാൻ ഈ പറഞ്ഞു വന്നത്, നാളെ ഒരിക്കൽ പാപമെന്ന പദം ഉപയോഗിക്കുന്നത് നമ്മുടെ കോടതി ഭൂരിപക്ഷെ വിലക്കിയേക്കാം. പക്ഷെ പാപമെന്ന് പറയുന്ന പദത്തോടാണോ നിങ്ങൾക്ക് വിപ്രതിപത്തി, അതോ പാപമെന്ന് പറയുന്ന ആശയ പരിസരത്തോടാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തേതിനാണെങ്കിൽ വടിവത്ത ഭാഷയിലെ ഉത്തരം ഞങ്ങൾക്കുണ്ട്. കാരണം ഈ രാജ്യത്തെ നീതിപീഠം ഒരു കേസിന് വിധി പറയുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ചും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും ക്രോസ് വിസ്താരത്തിൽ തെളിഞ്ഞതിനാലും പ്രതി കുറ്റം ചെയ്തു എന്ന് അസന്ദിഗ്ധമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ മരണം വരെ തൂക്കിലിടുന്നതിന് വിധിക്കുന്നു. പാപമെന്ന പദം ഉപയോഗിക്കുന്നില്ല, കുറ്റമെന്ന പദം. വിശുദ്ധ ബൈബിൾ പാപത്തിന് കൊടുക്കുന്ന ആദ്യത്തെ പര്യായം കുറ്റമെന്ന പദമാണ്. അത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ മരണമെന്ന് പറയുന്നത് പൂർണ്ണ വാർദ്ധക്യത്തിൽ ഒരിറ്റു ജലം ഉറ്റവരുടെ കയ്യിൽ നിന്നും വാങ്ങി നാവ് നനച്ചുകൊണ്ടുള്ള സുഖമരണമല്ല. അനുജന്റെ കാവൽക്കാരനാകേണ്ട ജ്യേഷ്ഠൻ അനുജന്റെ കാപാലികനായി തീർന്ന മരണമാണ്. അങ്ങനെ കാപാലികനായി തീർന്നപ്പോൾ മനുഷ്യന്റെ ഗോത്രവ്യവസ്ഥ പോലും ഉടലെടുക്കുന്നതിന് മുമ്പ്, കോടതികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ആ കുറ്റവാളി ഏറ്റുപറഞ്ഞ പശ്ചാത്താപ വചനങ്ങളാണത്. ഒരു വക്കീലന്മാരുടെയും വാദമുഖ വൈഖരികൾ കൊണ്ട് അലക്കി വെളുപ്പിക്കാനാകാത്ത കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ 1000 കണ്ണുകളോടെ നീതി ഉച്ചരിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ കുറ്റവാളി ഏറ്റുപറഞ്ഞു, എന്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിലധികം. ഇത് നമുക്കറിയാം. ഭാരതീയരായ നമുക്ക് ധർമ്മമെന്ന വാക്കിന് നിഘണ്ടുവിന്റെ ചട്ടക്കൂടിനകത്ത് പൊടിപിടിച്ചുറങ്ങുന്ന നാനാർത്ഥമല്ല ഉള്ളത്, 1000 ആരക്കാലുകളുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തെ സനാതന ധർമ്മമെന്ന് പറയുന്നത്. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്നാണ്. ബുദ്ധധർമ്മം എന്ന് പറയുന്നു, ജൈനധർമ്മം എന്ന് പറയുന്നു. ഈശ്വരവിശ്വാസമില്ലാതിരുന്ന വയലാർ രാമവർമ്മ മാനവധർമ്മം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിന്റെ ഗ്ലാനിയാണ് അധർമ്മം എന്ന് പറയുന്നത്. ബൈബിൾ പാപത്തിന് പറയുന്ന അടുത്ത പര്യായമാണ് അധർമ്മം. ഇനി നമുക്കറിയാം, ദാരുണമായി പീഡിപ്പിക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി തെരുവോരങ്ങൾ തോറും നീതിക്ക് വേണ്ടി നിലയ്ക്കാത്ത മുറവിളികളും നിലവിളികളും ഉയരാറുണ്ട്. ആ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടല്ല. ജീവൻ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് നീതിയാണ്. ആ നീതി നിർവഹിക്കപ്പെടണം. അപ്പോൾ നീതിയുടെ നിഷേധമാണ് അനീതി എന്ന് പറയുന്നത്. ബൈബിൾ പാപത്തിന് കൊടുക്കുന്ന അടുത്ത പര്യായം അത് അനീതിയാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത ധർമ്മമാണ് അകൃത്യമെന്ന് പറയുന്നത്. ബൈബിൾ പാപത്തിന് കൊടുക്കുന്ന അടുത്ത പര്യായം അത് അകൃത്യമാണ്. ഇതൊക്കെ ബൈബിൾ മാറ്റിവെച്ചാൽ, മതസാഹിത്യങ്ങൾ മാറ്റിവെച്ചാൽ, ആചാര്യന്മാരുടെ വചസ്സുകളെ മുഴുവൻ അപ്പാടെ എഴുതിത്തള്ളിയാലും നമ്മുടെ നീതി നിർവഹണ വ്യവസ്ഥയും നിയമപീഠവുമൊക്കെ നമ്മൾ കുറ്റവാളികളാണ്, പാപികളാണെന്ന് ഉറക്കെ പറയുമ്പോൾ, എന്തിനേറെ പറയുന്നു, ജന്മം കൊടുത്ത പിതാവിന്റെ അടുക്കൽ വിശ്വസിച്ചിട്ട് പെൺമക്കളെ ഇരുത്തി പുറത്തു പോകാൻ നമ്മുടെ അമ്മമാർക്ക് ഊരുറപ്പില്ലാത്ത നമ്മുടെ മനസ്ഥിതി, നമ്മൾ പാപികളാണെന്ന് പറയുമ്പോൾ, ലോകത്തിലുള്ള എല്ലാവരും നമ്മൾ പഞ്ചപാവങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ അവസരം കിട്ടിയാൽ പുറത്തു ചാടാൻ കുതിക്കുന്ന ഒരു ദുഷ്ട സ്വഭാവം ഉറക്കെ പറയുന്നു, നമ്മൾ പാപികളാണ്. എന്നാൽ ലോകത്തിലെ എല്ലാ മതദർശനങ്ങളും സൈദ്ധാന്തിക സംഹിതകളും സാമൂഹിക സംവിധാനങ്ങളുമെല്ലാം മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ എവിടെയാണ് വിശുദ്ധ ബൈബിളിൻ്റെതും ഞങ്ങളിവിടെ ഉയർത്തിക്കാണിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന